സ്വാമിജി, ശിവഭഗവാൻ പ്രക്ഷുബ്ധമായ ഒരു മനസ്സിനുടമയായിരുന്നു. പ്രക്ഷുബ്ധമായ മനസ്സിൽ ആധ്യാത്മികതയ്ക്ക് സ്ഥാനമുണ്ടോ? എന്താണ് സ്വാമിജിയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരു പക്ഷേ താങ്കൾക്ക് യോജിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. കാരണം താങ്കൾ നിൽക്കുന്നത്, താങ്കളുടെ ചോദ്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ദേഹബോധത്തിൽ നിന്നാണ്. അതായത് നിരാകാരനായ ശിവനെ ആകാരിയായ അല്ലെങ്കിൽ ശരീരമുള്ള ശിവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ഭക്തി അല്ലെങ്കിൽ ഭക്തൻ അല്ലെങ്കിൽ ജ്ഞാനി അല്ലെങ്കിൽ യോഗി, ആ ഓരോരുത്തരുടെയും തലം അനുസരിച്ചിട്ട് അവര് മനസ്സിലാക്കിയിരിക്കുന്ന ഈശ്വരന്റെ രൂപവും ഭാവവും ശക്തിക്കും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നീ കാണുന്ന ജടയും നാഗവും പാർവതി സമേതനായ ആ ഒരു ശിവൻ അല്ല. അതാദ്യം മനസ്സിലാക്കുക. ശിവൻ എന്ന് പറഞ്ഞ ശവം ആകാത്തവനാണ്, ജ്യോതിസ്വരൂപനാണ്. പരമാത്മാവിനെയാണ് ശിവപരമാത്മ എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അത് സാധാരണ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമികൾക്ക് അല്ലെങ്കിൽ ജീവിത ക്ലേശത്തിൽ നട്ടം തിരിയുന്ന ഒരാളിന് രൂപം കണ്ട് ആരാധിക്കാൻ വേണ്ടി അങ്ങനെയൊരു സൃഷ്ടി മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ്, അഥവാ വ്യാസൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ് അങ്ങ് ഉദ്ദേശിച്ച് ചോദിച്ച ഈശ്വരൻ. രണ്ടാം ഭാഗം പ്രക്ഷുബ്ധമായ ഒരു മനസ്സിൽ ആധ്യാത്മികതയ്ക്ക് സ്ഥാനമുണ്ടോ? പ്രക്ഷുബ്ധമായ മനസ്സിൽ ആധ്യാത്മികതയ്ക്ക് സ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം, ഇല്ല എന്നും പറയാം. ഈ പ്രക്ഷുബ്ധമായ മനസ്സ് എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഒരുത്തൻ ആത്മീയതയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്, ഒരു നിമിത്തമായിട്ട്. ആ കാരണം കൊണ്ട് ആത്മീയതയിലേക്ക് തിരിയാം. മനസ്സിലായി? ഓരോരുത്തരുടെ സന്യാസങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില പ്രത്യേക മാനസിക അവസ്ഥയിലാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് ചാടുന്നത്. അപ്പൊ പ്രക്ഷുബ്ധമായ മനസ്സ് വരുന്നത് നല്ലതിനാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ അവസ്ഥയിൽ നിന്നും അയാൾ ആത്മീയതയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. പ്രക്ഷുബ്ധമായ മനസ്സിൽ ആത്മീയത ഇല്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഓക്കെ. സ്വാമി പഞ്ചകൈലാസ സ്വാമി എന്ന് പറയുന്ന ഒരു നാമം സ്വാമിയുടെ പൂർവാശ്രമത്തിൽ നിന്നും പിന്നീട് സ്വീകരിച്ചത് പഞ്ചകൈലാസ യാത്ര ചെയ്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും അതിലുണ്ടോ? പഞ്ചകൈലാസി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ധരിക്കാനുള്ളത് സ്വീകരിച്ച പേരല്ല. ഒരു വ്യക്തി 5 കൈലാസം ചെയ്താൽ, രാമൻ എന്ന് പറയുന്ന ഒരാള് 5 കൈലാസം ചെയ്താൽ രാമൻ എന്ന പേരിനൊപ്പം പഞ്ചകൈലാസം അല്ലെങ്കിൽ പഞ്ചകൈലാസി എന്ന് വിളിക്കും. രാമൻ പഞ്ചകൈലാസി. അപ്പൊ ആ അർത്ഥത്തില് എന്തുകൊണ്ട് പഞ്ചകൈലാസി എന്ന് ഞാൻ നാമം സ്വീകരിച്ചെന്ന് ചോദിച്ചാൽ പഞ്ചകൈലാസം ചെയ്തത് കൊണ്ടാണ്. പിന്നെ ആ രീതിയിൽ തന്നെ വിളിപ്പേര് വരാൻ കാര്യം, ഞാൻ പഞ്ചകൈലാസത്തിന്റെ പ്രചരണം ചെയ്തു 2016 മുതൽ. ഞാൻ എപ്പോഴാണ് പഞ്ചകൈലാസം ചെയ്തത് അതുമുതൽ പഞ്ചകൈലാസത്തിന്റെ നാമം സാധാരണ ഭക്തരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്റേതായ രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പഞ്ചകൈലാസി എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ ഒരു സംശയ ദൃഷ്ടിയോടെ അതെന്താണ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സ്വയം നമുക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാർഡൊക്കെ അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹജ്ജിന് പോയ ആള് ഹാജിയാർ എന്ന് പറയും കണക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതൊരു ആത്മാവിലും പഞ്ചകൈലാസിയാകാൻ സാധിക്കും. ഈ കൈലാസങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പഞ്ചകൈലാസിയാണ്. അപ്പോൾ എന്നെ ഇപ്പോൾ അറിയപ്പെടുന്നത് സ്വാമി പഞ്ചകൈലാസി എന്നാണ്. എൻ്റെ ആ ഭൗതിക നാമം അല്ലെങ്കിൽ പൂർവാശ്രമത്തിലെ നാമം ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു. പഞ്ചകൈലാസി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ വിളിക്കപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് പഞ്ചകൈലാസ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഇനിയും ചെയ്യും. അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വർഷം ഏതാണ്ട് 1000-ലേറെ ആളുകൾ പഞ്ചകൈലാസ യാത്ര സബലീകരിക്കാറുണ്ട്. പക്ഷേ അവരൊക്കെ അവരുടേതായ പേര് തന്നെ നിലനിർത്തുന്നു. സ്വാമിക്ക് പഞ്ചകൈലാസം കഴിഞ്ഞപ്പോൾ ഈ പേര് വന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ എന്തെങ്കിലും അതിന് പ്രത്യേകിച്ച് നിർബന്ധ ബുദ്ധി തോന്നിയിട്ടുണ്ടോ? ഏകദേശം അതിന്റെ ആൻസർ പറഞ്ഞപ്പോഴത്തേക്കും ശരിയായി. ഉപയോഗിക്കാത്തോണ്ടാണ് അല്ലേ? ഉപയോഗിക്കാത്തോണ്ടാണ്. ഇപ്പൊ സുകുമാരൻ പഞ്ചകൈലാസം ചെയ്ത് കഴിഞ്ഞാൽ സുകുമാരൻ പഞ്ചകൈലാസി. ഇപ്പൊ വേറെ ആൾക്കാരുണ്ടല്ലോ, നമ്മളെ ചെങ്ങന്നൂര് സജീവ് പഞ്ചകൈലാസ് യോഗാചാര്യനാണ്, നാച്ചുറോപ്പതി ഡോക്ടറാണ്. അദ്ദേഹം സജീവ് പഞ്ചകൈലാസി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, കേരളത്തിനകത്ത് സന്യാസി വര്യന്മാർ ചെയ്യുന്നത് ഇല്ല. എന്റെ അറിവില്
മറ്റ് സന്യാസി ഇത് വളരെ പ്രസിദ്ധരായിട്ടുള്ളവരും വലിയ വലിയ ആശ്രമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരുമായിട്ടുള്ള ഒരു സന്യാസിമാരും പഞ്ചകൈലാസം ചെയ്തിട്ടില്ല. എന്നാൽ എൻ്റെ അറിവ് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. പഞ്ചകൈലാസം നമ്മൾ ആദ്യമായിട്ട് സമ്പർക്കപ്പെടുന്ന മഹാഭാരതത്തിലാണ്. സ്വാമി പറഞ്ഞ പോലെ പാണ്ഡവര് അവസാനം രാജ്യം ഉപേക്ഷിച്ചിട്ട് സ്വർഗാരോഹണത്തിനായിട്ട് പോകുമ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം സന്ദർശിച്ചു. പഞ്ചകൈലാസം എന്ന പേരിൽ മഹാഭാരതത്തിൽ അവരിവിടെ എല്ലാം സന്ദർശിച്ച വേളയിലുണ്ടായ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അവസാനം ഇവര് സ്വർഗാരോഹണം നടത്തുന്നു. ആരും പഞ്ചകൈലാസ യാത്ര കഴിഞ്ഞ് ആരുമല്ല, ഒരു പഞ്ചകൈലാസ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നില്ല. പഞ്ചകൈലാസ യാത്രയുടെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചുവരവില്ലാത്ത ഒരു പോക്കാണ്. സ്വാമിക്ക് അതിൽ എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും പഞ്ചകൈലാസ യാത്ര പാണ്ഡവർ സഞ്ചരിക്കുന്ന വഴികളിങ്ങനെ പഞ്ചകൈലാസം, പഞ്ചകേദാരം, പഞ്ചബദ്രി, ഇതിനിടയിൽ പഞ്ചപ്രയാഗ, അത് കഴിഞ്ഞ് ബദ്രീനാഥിൽ വരും, മാന വില്ലേജ് വഴി സ്വർഗാരോഹണം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഒരു സന്യാസിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തിയാണ്. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ഒരു സന്യാസി തീർച്ചയായിട്ടും ഈ വഴികളിലൂടെ സഞ്ചരിച്ച് മോക്ഷപ്രാപ്തിയാണ് ലക്ഷ്യമെങ്കിൽ, അല്ലാതെ മറ്റെന്തെങ്കിലും പ്രചരണമാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമല്ല. മോക്ഷപ്രാപ്തിയാണ് ഒരു സന്യാസിയുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിൽ മലയാളി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സന്യാസി ഇത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോ ഈ ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് യാതൊരു കാരണവശാലും സ്വർഗാരോഹിണി പർവ്വതത്തിൽ ചവിട്ടാൻ പാടില്ല. സ്വർഗാരോഹിണി പർവ്വതത്തിൽ ചവിട്ടുകയാണെങ്കിൽ അതുവഴി പൊയ്ക്കോണം, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തോ, ആത്മഹത്യ ചെയ്തോണം, തിരിച്ചു വരരുത്. നമ്മള് ഈ സ്വർഗാരോഹിണിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വർഗാരോഹിണിയെ സാഷ്ടാംഗം പ്രണമിച്ച് നമസ്കരിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ഇതാണ് അതിന്റെ സിസ്റ്റം. അതല്ല സ്വർഗാരോഹിണിയിൽ ചവിട്ടിയാല് ആ പർവ്വതത്തെ ചവിട്ടുകയാണ്. അത് അറിഞ്ഞൂടാത്ത ആൾക്കാർ ചെയ്യുമായിരിക്കാം, പക്ഷെ നമുക്കിത് അറിയാവുന്നത് കൊണ്ട് നമസ്കരിച്ചു തിരിച്ചു പോകും. ഇതാണ് ആ സിസ്റ്റം. ദർശനം. സ്വർഗാരോഹിണി എന്ന് പറയുന്ന പർവ്വതത്തിന്റെ അന്ത്യം ഒരു വലിയ ഗുഹയാണെന്നും ആ ഗുഹയിലൂടെ നടന്ന് പിന്നെ അങ്ങ് ജീവിതം തീരുന്നു, അത് സ്വർഗത്തിലെത്തിയെന്നുള്ള ഒരു സങ്കല്പം. അപ്പൊ അതൊരു മരണാവസ്ഥയായിരിക്കുമോ സ്വാമി? അത് പോയിട്ടില്ലെങ്കിലും കേട്ട അറിവിൽ എന്താണ് സ്വാമിയുടെ അഭിപ്രായം? അങ്ങനെയാണല്ലോ യുധിഷ്ഠിരനെ ഉടലോടുകൂടി സ്വർഗത്തേക്ക് പോകുന്നതായിട്ടാണ് കഥകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അവസ്ഥ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കണ്ട. അത് കാലഘട്ടം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിലെല്ലാത്തിനും തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായത് കാരണം അത്ഭുതങ്ങളും മറ്റുമൊക്കെ തള്ളിക്കയറ്റുന്നുണ്ട്. ഭക്തിമാർഗത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ? അത്ഭുതങ്ങൾ കാണിക്കുക. ഇപ്പൊ പലരും ഇപ്പൊ സ്വാമിക്ക് എനിക്ക് എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ കഴിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ അത്ഭുതം കാണിക്കാൻ കഴിവുണ്ടെങ്കിൽ ഭക്തർ കൂടും. അപ്പൊ ഈ നമ്മള് എല്ലാവരും തന്നെ ഒരു ഭക്തൻ പ്രതീക്ഷിക്കുന്നത് അത്ഭുതങ്ങളാണ്. അല്ലാതെ ഈ ഇദ്ദേഹത്തിന് എന്ത് അറിവുണ്ടെന്നോ ഇയാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടോ, ആ ജ്ഞാനം എനിക്ക് കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. അത്ഭുതം എന്തെങ്കിലും ഉണ്ടോ, എന്റെ ധനം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും വിദ്യയുണ്ടോ, ഇങ്ങനെയാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ ശരിക്കും ആ ഒരു ചിന്ത നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അറിവ് ശേഖരിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അത് നന്നായിരിക്കും. ഇത് അറിവിന് വേണ്ടിയാണ് പോകുന്നത്. ഇത് ജസ്റ്റ് അല്ലെങ്കിൽ നമ്മളിതൊരു അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അറിവ് അനുസരിച്ചിട്ട് ഇതെല്ലാം തന്നെ വ്യാസരചിതമായ കാര്യങ്ങളാണ്. വ്യാസൻ രചിച്ചതാണ്. ഒരു ഭക്തി പ്രസ്ഥാനം വളർത്താൻ വേണ്ടിയിട്ട് വ്യാസൻ രചിച്ചതാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് പോണ വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വ്യാസന് മുമ്പത്തെ കാലഘട്ടത്തിലുള്ള ഈശ്വര സങ്കല്പം ബ്രഹ്മ വിഷ്ണു ശങ്കർ അല്ല. ഈ ബ്രഹ്മ വിഷ്ണു ശങ്കരനെ സൃഷ്ടിച്ചത് വ്യാസനാണ്. അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് സാധാരണ ഭക്തന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭക്തനെതിരാണ്, ഭക്തിക്ക് എതിരായിട്ടായിരിക്കും എന്റെ വാക്കുകൾ വരുന്നത്. അത് വളരെ ഡേഞ്ചറാണ്. ഏത് രീതിയിൽ കേൾക്കുന്ന ആൾക്കാരെ സ്വീകരിക്കും എന്നെനിക്ക് അറിയില്ല. ഒരു പക്ഷേ അത് അപകടമായി. അപ്പൊ അതൊക്കെ അത്രയും തലം എത്തിയ, അത്രയും ഉയർന്ന തലത്തിലെത്തിയ ഒരാളിനോട് ഇത് പറഞ്ഞാലും മനസ്സിലാവും. നമ്മൾ സ്വയം ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്. ഞാൻ ഭക്തി ചെയ്യുന്നു, ഞാൻ ശിവനെ പൂജിക്കുന്നു, തെറ്റെന്ന് ഞാൻ പറയില്ല, നല്ലത് തന്നെയാണ്. കാരണം ഇന്ന് ശിവനെ പൂജിക്കുന്ന ആളാണ് അടുത്ത ശ്രേണിയിലേക്ക് ഉയർന്നു പോകുന്നത്. നമ്മളിപ്പോൾ 3 വീലുള്ള സൈക്കിൾ ചവിട്ടും, പിന്നെ ചെറിയ സൈക്കിൾ ചവിട്ടും, പിന്നെ വലിയ സൈക്കിൾ ചവിട്ടും, പിന്നെ നമ്മൾ കൈവിട്ട് ചവിട്ടും. അതുപോലെയാണ് ഓരോ അവസ്ഥയാണ്. അപ്പൊ എനിക്ക് കൈവിട്ട് സൈക്കിൾ ചവിട്ടാൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് 3 വീല് ചവിട്ടുന്ന ഒരാളിനെ കാണുമ്പോൾ ഇത് കളിയാക്കിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഈ 3 വീല് ചവിട്ടിയാണ് ഇവിടെ എത്തിയത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കി. ഇതെല്ലാം